മൈ ചാനൽ. എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിന്റെ പുതിയതിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എംബ്രേസിംഗ് ഡിഫറൻസസ് എന്ന് പറയുന്ന 6ാം ക്ലാസ്സിന്റെ 3ാമത്തെ യൂണിറ്റ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ദാ ഇവിടെ നോക്കിക്കോളാം, നമുക്കൊരു പിക്ചർ കാണാനായിട്ട് കഴിയും അല്ലേ? ഒരുപാട് ഡിഫറൻസസ് ഉള്ള ആളുകളുടെ 3 കുട്ടികളുടെ പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ദാ നോക്കിക്കോളാം, ഇവിടെ ഓർഡേ എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ എഴുത്തുകാരിയുടെ, ഇംഗ്ലീഷ് എഴുത്തുകാരിയുടെ ഒരു ചെറിയ കോട്ട് തന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. It is not our differences that divide us. It is our inability to recognize, accept and celebrate those differences. അത് ഒരിക്കലും എന്താണ് നമ്മളുടെ കുഴപ്പമല്ല. ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മുടെ ചുറ്റുപാടിനും ഒരുപാട് ഡിഫറൻസസ്, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ആളുകളുണ്ട്. ഓക്കെ, ചിലവർക്ക് ഇങ്ങനെ ബ്രെയിൻ ട്യൂമർ, അങ്ങനെ ഉള്ളിലുള്ള ഓർഗൻസിനായിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും. അതുപോലെ തന്നെ ചിലവർക്ക് എന്താണ് കേൾവി ശക്തി ഇല്ലായിരിക്കും, കണ്ണ് കാണില്ലായിരിക്കും, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉള്ള ആളുകളുണ്ട്. അപ്പം അതൊന്നും അവരുടെ കുഴപ്പം കൊണ്ടോ നമ്മളുടെ കുഴപ്പം കൊണ്ടോ അല്ല അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നും വരുന്നത്. അപ്പം എന്താണ്, അത് നമ്മളുടെ കുഴപ്പമാണ്. എന്തുകൊണ്ട്? അവരെ കണ്ടറിഞ്ഞ് അവരെ മാറ്റി നിർത്താതെ അവരെ ആ ഒരു അസുഖത്തിൽ നിന്നും അവർക്ക് അങ്ങനെ ഒന്നുമില്ല എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവരുടെ ആ അസുഖം സ്വീകരിച്ച് നമ്മൾ വേണം അത് മനസ്സിലാക്കി എന്ത് ചെയ്യാൻ, അവരുടെ ഒപ്പം സന്തോഷത്തോടെ ഇരിക്കാനല്ലേ. അപ്പൊ അതാണ് ഇവിടെ ഓർഡേ എന്ന് പറയുന്ന ആ ഒരു എഴുത്തുകാരി പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ആ ഡോർവേയിൽ എടുക്കാം. പേജ് നമ്പർ 63 ഡോർവേയിൽ നിങ്ങൾക്ക് ഒരു ചിത്രം കാണാൻ കഴിയുന്നുണ്ടാവും. കുറച്ച് സിമ്പിൾസ്, അതായത് നമ്മളുടെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് റോഡിലൊക്കെ ഇങ്ങനെ വെക്കൂലേ ഒരു സിമ്പിൾ പോലെ സ്റ്റാൻഡിൽ കുത്തിയിട്ട്. അപ്പം അതിനെയാണ് ഈ സയൻസ് എന്ന് പറയുന്നത്. അപ്പം അത് കുറച്ച് തന്നിട്ടുണ്ട്. അതൊക്കെ ഇതാണ്, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഫസ്റ്റിലെത്തത് ബ്ലൈൻഡ് ആണ്, അതായത് കാണാനുള്ള ശേഷിയില്ല, അതായത് കാഴ്ചശക്തി ഇല്ല. ഓക്കെ, ഞാൻ ഇത് തുറന്നു തന്നെ. അടുത്തത് ഡെഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡെഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാനുള്ള ശേഷിയില്ല, അതാണ് ഡെഫ്. മൂന്നാമത്തത് കോഡ് ഭാഷ എന്ന് പറയും. കോഡ് ഭാഷ അല്ല, നമ്മളിങ്ങനെ സൈൻ ഭാഷ, അതായത് ഇങ്ങനെ മിണ്ടാൻ കഴിയാത്തവർക്ക് ഡംബ് എന്നാണ് അതിന് പറയാം. അതായത് സംസാര ശേഷി ഇല്ലാത്തവർ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കോഡ് ഭാഷകളുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ ഈ കൈ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ക്ലാസിക്കൽ ഡാൻസ് പോലെ കാണിച്ചിട്ടുള്ള സിമ്പിൾ. അടുത്തത് വീൽ ചെയർ ആണ്, അതായത് നടക്കാൻ ശേഷിയില്ലാത്തതിനെയാണ് നമ്മൾ വീൽ ചെയർ എന്ന് പറയുന്നത്. എന്താണ്? ഓക്കെ, അപ്പം ഇതാണ് വീൽ ചെയർ. അതായത് നടക്കാൻ കഴിയാത്തതിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു വാക്കൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ വീൽ ചെയർ എന്ന് പറഞ്ഞത്. അപ്പം എന്താണ് വാട്ട് ഡു ദീസ്, അതിന്റെ താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വാട്ട് ഡു ദീസ് സയൻസ് മീൻസ്, എന്താണ് ഈ സയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആണ് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിട്ടത്. 1 2 3. ഓക്കെ, നാലാമത്തത് നടക്കാൻ കഴിയാത്തതാണ്, ഞാൻ മലയാളത്തിൽ എഴുതിയിടേനെ. ഓക്കെ, അപ്പം എന്താണ് ഇനി why do you think these signs are important in public places? Discuss. എന്തുകൊണ്ടാണ് പബ്ലിക് പ്ലേസസിൽ ഈ സൈനുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണത്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ കാണുമ്പോൾ അയ്യോ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ എൻ്റെ കൂടെ കൂടില്ല, അങ്ങനെ പറഞ്ഞ് മാറ്റി നിർത്താതെ അവരെ കൂടെ കൊണ്ടു നടക്കാനാണ് ഇങ്ങനെ സയൻസ് വെച്ചിരിക്കുന്നതാണ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് 6 dots എന്ന് പറയുന്ന ഒരു കഥയാണ്. ഒരു കഥ മീൻസ് ലൂയിസ് ബ്രെയിലിയുടെ ഒരു ജീവിത കഥയാണ്. ഇതിൻ്റെ അകത്ത് ജീവിത കഥയുടെ ഒരു കുഞ്ഞു ഭാഗമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് പഠിക്കാം. അതിന് മുമ്പേ ഇവിടെ നോക്കാം. ഹൗ ഡു വിഷ്വലി ചാലഞ്ചഡ് പീപ്പിൾ ലേൺ അബൌട്ട് ദ വേൾഡ് അറൗണ്ട് ദം? വിഷ്വലി ചാലഞ്ചഡ് മീൻസ് കാഴ്ചയില്ലാത്തത്, കണ്ണ് കണ്ടുകൂടാത്ത ആളുകൾ എങ്ങനെയാണ് അവരുടെ ചുറ്റിനുമുള്ള ലോകത്തുള്ള കാര്യങ്ങൾ അറിയുന്നത്, കാണുന്നത്? Let's read the inspiring story of Louis Braille, who changed the world of visually challenged people. നമുക്ക് ഒരു സ്റ്റോറി വായിക്കാം. ലൂയിസ് ബ്രെയിലിയുടെ ഒരു സ്റ്റോറി വായിക്കാം, ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു മോട്ടിവേഷൻ തരുന്ന ഒരു സ്റ്റോറി വായിക്കാം. എന്താണ് ആ ഒരു ലോകത്തുള്ള വിഷ്വലി ചലഞ്ചഡ് പീപ്പിൾ, അതായത് കണ്ണ് കണ്ടുകൂടാത്ത ആളുകൾക്ക് വേണ്ടി എന്താണ്
കണ്ണ് കണ്ടുകൂടാത്ത ആളുകളുടെ ആ ഒരു ലോകം മാറ്റിമറിച്ച ഒരാളാണ് ലൂയിസ് ബ്രെയ്ലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൽ ലിപി എന്ന് പറയും. അത് കണ്ണ് കണ്ടുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അക്ഷരങ്ങളൊക്കെ വായിക്കുന്ന ഒരു തരം ലിപിയാണ്. ആ ലിപി ഉണ്ടാക്കിയ ആളാണ് ആരെന്ന് പറയുന്നത്, ലൂയിസ് ബ്രെയ്ലി എന്ന് പറയുന്നത്. ഇദ്ദേഹം 5-ാം വയസ്സിൽ ഇദ്ദേഹത്തിന്റെ ഒരു കൈയബദ്ധം കൊണ്ടിട്ട് ഇദ്ദേഹത്തിന്റെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. 6 dots എന്നാണ് ഈ കഥയുടെ പേര്. അതായത് 6 കുത്തുകൾ. ഓക്കെ, 6 കുത്തുകൾ അല്ലെങ്കിൽ 6 ബിന്ദുക്കൾ എന്നൊക്കെ മലയാളത്തിൽ നമുക്ക് അർത്ഥം പറയാം. My life changed that day. I had been playing with Papa's owl. Owl എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂർത്ത വരമ്പുള്ള തിങ്സ്, സാധനങ്ങൾ. ഓക്കെ, അതായത് ഈ ലെതർ പോലുള്ള കട്ടിയുള്ള വസ്തുക്കളിൽ പഞ്ചിങ് മെഷീൻ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു കൂർത്ത ഉപകരണമാണ് ഇത്, ആ ഒരു ഓൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഉപകരണം കൊണ്ടിട്ട് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ദിവസം എൻ്റെ ആ ഒരു ലോകത്തെ തന്നെ, അതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദിവസം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്ന് പറയാണ്. It proved too sharp for my eyes എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ണുകൾക്ക് അത് ഭയങ്കര മൂർച്ചയുള്ളതായിരുന്നു എന്ന് അത് തെളിയിച്ചു. You are too careless, Louis. Papa cried in distress എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു ഓൾ എന്ന് പറയുന്ന ആ സാധനം അവന്റെ കണ്ണിൽ കയറി കുത്തിയതാണ്. അപ്പൊ ആ കുത്തിയപ്പോ പപ്പ ഇങ്ങനെ പറയാണ്, നീ എന്ത് അശ്രദ്ധനാണ് ലൂയിസെ, നീ ഒരു അശ്രദ്ധനാണെന്ന് പറഞ്ഞിട്ട് വിഷമത്തോടു കൂടി പപ്പ ഇരുന്ന് കരയുന്നതാണ് ഇവിടെ പറയുന്നത്. അടുത്ത എന്താണ് പറയുന്നത്, എ ഹീലർ ബാൻഡേജ് ഇൻ മൈ ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ണിങ്ങനെ നമ്മൾ മൂടിക്കെട്ടൂലേ മുറിയുമ്പോൾ, അപ്പം അത് അങ്ങനെ എൻ്റെ കണ്ണ് മൂടിക്കെട്ടി. ബട്ട് ദ ബാൻഡേജ് ഇറ്റ്ഡ് സോ മച്ച്. പക്ഷേ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെച്ച് അമർത്തി വെക്കുമ്പോൾ ഒരു 5 മിനിറ്റിൽ കൂടുതൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കണ്ണിങ്ങനെ ചൊറിഞ്ഞു തുടങ്ങും. അതായത് ഈ പീലിയൊക്കെ ഇങ്ങനെ കണ്ണിൻ്റെ അകത്തൊക്കെ കയറി കൊണ്ടിട്ടാണ് ചൊറിയുന്നത്. അപ്പം അങ്ങനെ എൻ്റെ കണ്ണും ഭയങ്കരമായിട്ട് ആ ബാൻഡേജ് കെട്ടിയിട്ട് എനിക്ക് ചൊറിയുന്നുണ്ടായിരുന്നു. My hands like the sparrows in the trees. എൻ്റെ കൈകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിതല്ലേ, കുഞ്ഞു പ്രായത്തിലാണ്. അപ്പം കുഞ്ഞു കൈകൾ മരത്തിലിരിക്കുന്ന കുരുവുകളെ പോലെയാണ് എൻ്റെ കൈകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കണ്ണ് ചൊറിയുന്നുണ്ടായിരുന്നു എൻ്റെ കൈ വെച്ചിട്ട്. I couldn't keep them away. ഞാൻ അതിനെ മാറ്റി വെച്ചതേ ഇല്ല. I didn't mean to make things worse എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെയും അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് ഈ ഒരു സംഭവം പോകുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ബട്ട് ഐ ഡിഡ്. ഓക്കെ, പക്ഷെ ഞാനത് ചെയ്തു എന്ന് പറയാണ്. ഇത് ഈ ഒരു പാരഗ്രാഫ് കൂടെ പഠിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം കേട്ടോ. The infection spread to my other eye. എന്താണ് ഈ ഒരു ഇൻഫെക്ഷൻ എൻ്റെ അപ്പുറത്തെ കണ്ണിലേക്കും കൂടെ പകർന്നു. Until I could see nothing at all. പക്ഷേ ഇതുകൊണ്ടിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയാണ്. No trees or sparrows, no faces. എന്താണ് എനിക്ക് കുരുവികളെയോ മരങ്ങളെയോ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഒരു മുഖം പോലും കാണാൻ കഴിഞ്ഞില്ല. No loaves of bread. ബ്രെഡിന്റെ കഷ്ണങ്ങൾ ഉണ്ടല്ലോ, നമ്മളെ ഈ പാക്കറ്റ് ബ്രെഡ് ഇല്ലേ, അതിന്റെ ഒരു കഷ്ണം പോലും കാണാൻ കഴിഞ്ഞില്ല. By the time I turned 5, ആ ഒരു സമയത്താണ് എനിക്ക് 5 വയസ്സാവുന്നത്. I was completely blind. ആ ഒരു സമയത്തിന് ഞാൻ പൂർണ്ണമായിട്ടും കാഴ്ചശക്തി ഇല്ലാതെ ആയിരുന്നു എന്ന് പറയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.